ഹായ് നമസ്കാരം. നമുക്കിന്നൊരു നെക്ക് ബാൻഡാണ് റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. ഇത് ബോട്ട് എന്ന ബ്രാൻഡിൻ്റെയാണ് ഈ നെക്ക് ബാൻഡ്. ഇത് ഓൺ ആവുന്നില്ലെന്നാണ് കംപ്ലയിൻറ്റ്. ഇതുപോലത്തെ നെക്ക് ബാൻഡുകൾ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ കൂടുതൽ പേരും ഇത് ഉപേക്ഷിക്കുകയാണ് പതിവ്. നമുക്ക് എങ്ങനെയാണ് ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൻ്റെ കുറച്ച് സ്ലീവുകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് വയർ കട്ടായതാണ് എൻ്റെ മെയിൻ കംപ്ലയിൻറ്റ്. ഇതിനകത്തൊരു സെൻസർ വരുന്നുണ്ട്, ഹാൾ സെൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിത് എങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരല്പ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു പൈസയും മുടക്കാതെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ബോട്ടിൻ്റെ ആയതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തുറന്നെടുക്കാൻ സാധിക്കും. OnePlus പോലുള്ള ഇയർഫോണുകൾക്ക് ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട് ഇത് അഴിച്ചെടുക്കാൻ. പിന്നെ ഇത് അഴിച്ചെടുക്കുന്നതിന് ചില ലിക്വിഡുകളും നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്പീക്കറിന് ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ സ്പീക്കർ സോൾഡറിങ് ആണ് ഉപയോഗിച്ച് നമ്മൾ ഇളക്കി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ നമ്മൾ ഈ സ്പീക്കർ ഇളകി കഴിയുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു PCB ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹാൾ സെൻസർ എന്ന് പറയുന്ന മാഗ്നറ്റിക് സ്വിച്ച്. ഇത് ഡാമേജ് ഒന്നും കൂടാതെ വേണം പതിയെ ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാൻ. ഇതിന് 3 ലൈനുകളാണ് ഉള്ളത്: പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ സെൻസർ ഔട്ട്പുട്ടിൻ്റെ വയർ. അപ്പോൾ നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാകും, ഈ ഹാൾ സെൻസർ ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ സ്പീക്കറിലാണോ റൈറ്റ് സൈഡിലെ സ്പീക്കറിലാണോ എന്ന്. പല കമ്പനിക്കും പല രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വോളിയം കൺട്രോൾ പ്ലസ് മൈനസ് വരുന്ന ആ ഒരു പോർഷനുണ്ട്. ആ ഒരു ലൈനിൻ്റെ വയറിലാണ് ഈ ഹാൾ സെൻസർ കൂടുതലായി വരുന്നത്. അപ്പർ സൈഡിലുള്ളത് അതിനകത്ത് ഒരു മാഗ്നറ്റും കൂടെ വരുന്നുണ്ട്. ഇത് ഓൺ ആവാഞ്ഞതിൻ്റെ കാരണം സെൻസറിലേക്കുള്ള വോൾട്ടേജ് ലൈൻ കട്ടായി പോയായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക് ആയിടം തൊട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ സ്ലീവ് നമ്മൾ ഒരു ലൈറ്റർ ഉപയോഗിച്ചോ തീപ്പെട്ടി ഉപയോഗിച്ചോ ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ സ്ലീവ് പോകുന്നതായിരിക്കും. പോയതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കുറച്ച് ലെഡും കൂടെ ചേർത്ത് തിരിച്ച് അതേപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അഴിക്കുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ വളരെ ഉപകാരപ്രദമാവും. പിന്നീട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഹാൾ സെൻസർ നമ്മളിതിൽ സോൾഡർ ചെയ്തപ്പോൾ തന്നെ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് വെക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓൺ ഓഫായിട്ട് കറക്റ്റായിട്ട് വർക്കും ആവുന്നുണ്ട്. നമ്മൾ ആദ്യം അഴിച്ചെടുത്ത സ്പീക്കർ കണക്ഷനകത്ത് കൊടുക്കുമ്പോൾ അതിനകത്തൊരു റെഡ് മാർക്കിംഗ് ഉണ്ടാകും. അതാണ് ഇതിൻ്റെ പോസിറ്റീവ്. ആ പോസിറ്റീവ് വയർ ഇതിൽ റെഡ് വയറുണ്ട്. ആ വയർ തന്നെ നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് കേൾക്കുന്നത്. അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവും തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സൗണ്ട് കുറയാൻ സാധ്യത കൂടുതലാണ്. ഡാമേജായ ഒരു സൈഡിലെ വയർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിലെ വയറിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലെ വയർ കൂടെ നമ്മൾ കുറച്ച് കട്ട് ചെയ്യുകയാണ്. അതുതന്നെയല്ല, ഇതിനകത്ത് ഇത് കുറച്ച് ഡാമേജും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് ഒപ്പത്തിനാക്കി ഒരേപോലെ ആക്കിയിട്ട് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊബൈലിൽ കണക്ട് ചെയ്ത് നോക്കി, സംഭവം അടിപൊളി വർക്കിംഗ് ആണ്. ഓൺ ആകുമ്പോഴൊരു വൈറ്റ് LED ഇതിനകത്ത് തെളിയുന്നതാണ്.